കായംകുളം നഗരസഭാ സ്ഥിരം സമിതികളുടെ എല്ലാം ചെയർമാൻ സ്ഥാനം UDF നേടിയെടുത്തത് വലിയ നേട്ടമാണെന്ന് UDF നഗരസഭാ പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറഞ്ഞു. വരുന്ന 5 വർഷക്കാലം ഒരു സമഗ്ര വികസന കാഴ്ചപ്പാടോടുകൂടിയതും അഴിമതിരഹിതവുമായ ഭരണം കാഴ്ചവെക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരി പറഞ്ഞു. കായംകുളം നഗരസഭയിൽ നടന്ന നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷന്മാരുടെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDFന് മികച്ച വിജയമാണ് ലഭിച്ചതെന്ന് UDF പാർലമെന്ററി പാർട്ടി ലീഡർ അഡ്വക്കേറ്റ് യു മുഹമ്മദ് പറഞ്ഞു. ഈ നാടിന്റെ പൊതുവികസനങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകി ഈ നഗരഭരണം മുന്നോട്ട് പോകും. അതിനുകൂടി ലഭിച്ച അംഗീകാരമാണ് ഇന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനങ്ങളും UDFന് നേടാൻ കഴിഞ്ഞത്. നഗരത്തിലെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരുന്ന ദിവസങ്ങളിൽ ശക്തമായ പ്രവർത്തനങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആരോഗ്യ മേഖലയിൽ ഗുരുതരമായ വിഷയങ്ങൾ നമ്മുടെ പട്ടണത്തിലുണ്ട്. മാലിന്യ പ്രശ്നം, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട പദ്ധതി, ഹോട്ടലുകളിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളുടെ ദൈനംദിന വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളിലും കായംകുളം നഗരസഭയുടെ പ്രവർത്തനങ്ങൾ സജീവമായ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. പട്ടണത്തിന്റെ പൊതുവികസനത്തിന് സഹായകരമായ നിലപാട് മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. പുതുതായി ഭൂമി ഏറ്റെടുക്കേണ്ട 2-3 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളുണ്ട്. അതിലൊന്ന് സ്റ്റേഡിയമാണ്. കായംകുളം പട്ടണത്തിൽ സ്റ്റേഡിയത്തിനും ഗവൺമെന്റ് ഐറ്റിക്കും ആധുനിക അറവുശാല നിർമ്മിക്കുന്നതിനും നിശ്ചയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനു വേണ്ടിയുള്ള യുദ്ധകാല പരിശ്രമങ്ങൾ അടിയന്തരമായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആരംഭിക്കും. നമ്മുടെ പട്ടണത്തിലെ ഏതാണ്ട് 10,000-ഓളം ഗുണഭോക്താക്കൾ വിവിധ തരത്തിലുള്ള സാമൂഹിക പെൻഷൻ വാങ്ങുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷനുകളിലെ എല്ലാ അപാകതകളും പരിഹരിച്ചുകൊണ്ട് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ നൽകുന്നതിനാവശ്യമായ നടപടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി പട്ടണത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുണ്ടാകും. അങ്ങനെ നമ്മുടെ നഗരസഭയുടെ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ ശ്രീ ശരത് ലാൽ ബെല്ലാരിയുടെ നേതൃത്വത്തിൽ അഴിമതിരഹിതമായ ഒരു ഭരണം ഈ പട്ടണത്തിലെ ജനങ്ങൾക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ഐക്യജനാധിപത്യ മുന്നണി. നിർഭയമായി സത്യസന്ധമായി ഈ നാടിൻ്റെ പൊതുവികസനത്തിന് സഹായകരമായ നിലപാട് സ്വീകരിച്ച് ഐക്യജനാധിപത്യ മുന്നണി നഗരഭരണം മുന്നോട്ട് പോകും. അതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണ ഈ നഗരസഭാ ഭരണ നേതൃത്വത്തിനുണ്ടാകണം. ഒരു സ്ഥാപിത താല്പര്യക്കും മുന്നിൽ കായംകുളം നഗരസഭാ ഭരണം കൂട്ടുനിൽക്കില്ല. സ്ഥാപിത താല്പര്യക്കാരുടെയോ ഇടനിലക്കാരുടെയോ ഭരണം ഈ നഗരസഭാ ഭരണകാലത്ത് ഉണ്ടാകില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പിലെ വൻ വിജയവും കായംകുളം നഗരസഭയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വലിയ ഉണർവ് നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരിയും പറഞ്ഞു. ഇന്ന് കായംകുളം നഗരസഭയിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാനവും UDF വിജയിച്ചിരിക്കുകയാണ്. 10 വർഷത്തെ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള ജനവിധിയാണ് നഗരസഭയുടെ മുഴുവൻ അധികാര സ്ഥാനങ്ങളും UDFന് ലഭിക്കാൻ ഇടയാക്കിയതെന്ന് യു മുഹമ്മദ് പറഞ്ഞു. വരുന്ന 5 വർഷക്കാലം ഒരു സമഗ്ര വികസന കാഴ്ചപ്പാടോടുകൂടിയതും അഴിമതിരഹിതവുമായ ഭരണം കാഴ്ചവെക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശരത് ലാൽ ബെല്ലാരിയും UDF പാർലമെന്ററി പാർട്ടി ലീഡർ യു മുഹമ്മദും വ്യക്തമാക്കി. CDNet ന്യൂസ്, കായംകുളം.